ബംഗ്ലാദേശ് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് സംശയം. കാരണം ഒരു BSF ഭടനെ തട്ടിക്കൊണ്ടുപോയെന്നാണ് കേൾക്കുന്നത്. അതെ, BSFിൻ്റെ ഒരു ഭടനായിട്ടുള്ള ശ്രീ ഗണേഷിനെ ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ ഒത്താശയോടെ ബംഗ്ലാദേശികൾ തട്ടിക്കൊണ്ടുപോയി. അതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. അതായത് അന്താരാഷ്ട്ര അതിർത്തി ഇൻ്റർനാഷണൽ ബോർഡറിൽ ചാന്ദിനി ചൗക്ക് ബോർഡറിന് സമീപം ഇന്ത്യയിലെ സുദി പോലീസ് സ്റ്റേഷൻ ഏരിയയിൽ ആണ് ഈ സംഭവം. അതായത് പശ്ചിമ ബംഗാളിലെ 2 കുപ്രസിദ്ധമായ ജില്ലകളാണ് മാൽഡ, മുർഷിദാബാദ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ വഖഫ് നിയമത്തിൻ്റെ പേരിൽ ഹിന്ദുക്കളെ അതിഭീകരമായി ഉപദ്രവിക്കുകയും കൂട്ടക്കലാപം നടത്തുകയും വീടുകൾ തീവയ്ക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്ത 2 ജില്ലയാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദും മാൽഡയും. ഇത് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയോട് ചേർന്നാണ്. ഈ മുർഷിദാബാദ് മാൽഡ അതിർത്തിക്ക് സമീപമുള്ള ചാന്ദിനി ചൗക്ക് ബോർഡറിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു ശ്രീ ഗണേഷ്. അപ്പോൾ അയാൾ കണ്ടു കുറച്ച് ആളുകളെ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്, ബംഗ്ലാദേശിൻ്റെ BSF പോലെയുള്ള അതിർത്തി സംരക്ഷണ സേനയാണ്, അവരുടെ ഒത്താശയുടെ കുറേ ആളുകൾ നമ്മുടെ അതിർത്തിയിലേക്ക് കയറി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിർത്തിയിൽ പട്രോളിംഗ് നടത്തുന്ന BSF ഭടൻ എന്ത് ചെയ്യും? അവരെ തടയും. അങ്ങനെ ഈ അനധികൃതമായി ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതിനെ ശ്രീ ഗണേഷ് തടഞ്ഞപ്പോൾ സംഭവിച്ചത് ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ് നോക്കി നിൽക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറി വന്ന ആൾക്കൂട്ടം ഈ നമ്മുടെ BSF ജവാനെ പിടികൂടി ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയി. അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഗാർഡുകൾ അനങ്ങാതെ നോക്കി നിന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ രാജ്യവ്യാപകമായി, കേരളത്തിലില്ല കേട്ടോ, കേരളത്തിൽ 10-20 വരെ പിടിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പാണ് ബംഗ്ലാദേശികളെയും അനധികൃതമായി ഇന്ത്യയിൽ താമസിക്കുന്ന റോഹിംഗ്യൻസിനെയും കണ്ടെത്തി പുറത്താക്കാനുള്ള നടപടി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം വളരെ കാര്യമായി നടത്തിക്കൊണ്ടു. ഗുജറാത്തിൽ നിന്നും UP നിന്നും ഒക്കെ ആയിരക്കണക്കിന് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. ആസാം ചെയ്തത് 47 ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റ കുടുംബക്കാരെ കണ്ടുപിടിച്ചിട്ട് ഇവരെ കൊണ്ടുപോകണമെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് കൊണ്ടുപോയില്ല. ആസാം സർക്കാർ എന്ത് ചെയ്യുന്നറിയോ? ഈ 2 രാജ്യങ്ങളുടെയും വേലിയുണ്ട്, അതിർത്തിക്ക് നടുക്കുള്ളൊരു സ്ഥലം നോമാൻസ് ലാൻഡ് എന്നാണ് പറയുന്നത്. 2 പേരുടെ അല്ല. ആ സ്ഥലത്തേക്ക് ഈ 47 കുടുംബങ്ങളെ അവിടെ കൊണ്ടത് നീ പോവുക, ഇത് മേലെ ഇതിനകത്തോട്ട് കയറിയാൽ വെടിവെക്കും എന്ന് പറഞ്ഞ് ഇവരെ നോമാൻസ് ലാൻഡിലേക്ക് തള്ളി. ഇത് വലിയ തോതിൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവതരിപ്പിച്ചു. ആരെയാണെന്നറിയോ? ആയിരിക്കും? കോൺഗ്രസ് അല്ല, CPM-ൻ്റെ പേര് പറഞ്ഞു. നുഴഞ്ഞു കയറ്റക്കാരെന്ന പേരിൽ, ബംഗ്ലാദേശികൾ എന്ന പേരിൽ കുറേ ആളുകളെ ഇങ്ങനെ കൊണ്ടുപോയി വല്ലാതെ പീഡിപ്പിച്ച് നോമാൻസ് ലാൻഡിലൊക്കെ തള്ളുന്ന ഇന്ത്യയുടെ നടപടി അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് CPM-ൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ബംഗ്ലാദേശ് നുഴഞ്ഞു കയറ്റക്കാർ ഇനി ഇന്ത്യയിൽ വേണ്ട, ഇവനൊക്കെ വലിയ കുഴപ്പമുണ്ടാക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ത്യയിൽ ഏതാണ്ട് 10 കോടി നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്നാണ് പറയുന്നത്. 148 കോടി ജനങ്ങളിൽ 10 കോടി ആളുകൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നാണ് ചില ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശികൾ, റോഹിംഗ്യൻസ് ഒക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്രയുണ്ടെന്നറിയോ? ഈ അതിഥി തൊഴിലാളികൾ 25 ലക്ഷം. 25 ലക്ഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം പേർ ബംഗ്ലാദേശികളായിരിക്കും. ഞാൻ വേറെ ഒരു ഭയപ്പെടുത്തുന്നൊരു കാര്യം, പേടിപ്പിക്കാൻ വേണ്ടി പറയല്ലേ എന്നൊക്കെ ആൾ പറയും. ഞാൻ പേടിപ്പിക്കാൻ തന്നെ പറയുകയാണ്. ഇവിടെ താമസിക്കുന്ന ബംഗ്ലാദേശികൾക്ക് എല്ലാവർക്കും പരസ്പര ബന്ധമുണ്ട്. ഇവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ വലിയ ടെൻഷൻ ഉണ്ടാകാൻ നിൽക്കട്ടെ. ബംഗ്ലാദേശികളെ പുറത്താക്കുന്ന ഈ ട്രെൻഡ് മറ്റ് സംസ്ഥാനങ്ങളിൽ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ആ ട്രെൻഡ് വ്യാപകമായി സർക്കാർ പൂർവാധികം ശക്തിയോടെ ആരംഭിക്കുകയും ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഇവിടെയുള്ള ബംഗ്ലാദേശികളുടെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അവരൊരു മെസ്സേജ് അയക്കുക, നിങ്ങളുടെ പ്രദേശത്തുള്ള ഹിന്ദുക്കളെയൊക്കെ എല്ലാം അങ്ങ് തട്ടിയേക്കുന്നത്. കേരളത്തിലെ 2 ലക്ഷം ബംഗ്ലാദേശികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ മെസ്സേജ് പോയി നിൽക്കട്ടെ, എന്ത് സംഭവിക്കും? ഹിന്ദുക്കളെ കൊല്ലും. ഉറപ്പല്ലേ? പോലീസിന് വല്ലതും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 ലക്ഷം ആളുകൾ തെരുവിലിറങ്ങി ആയുധമെടുത്ത് തൊട്ടടുത്ത് കാണുന്നവനെയൊക്കെ അങ്ങ് കൊല്ലാൻ തീരുമാനിച്ചാൽ പോലീസും പട്ടാളം നോക്കി നിൽക്കത്തേ ഉള്ളൂ. ഇത് കേരളത്തിലെ സ്ഥിതിയാണ്. 25 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ നാട്ടിലുള്ളിടത്ത് 2 ലക്ഷം പേർ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് രാത്രി 1 മണിക്ക് എറണാകുളം നഗരത്തിൽ 5000 പേരുടെ പ്രകടനം നടന്നിട്ടുണ്ട്. എങ്ങനെയാ? വാട്സാപ്പ് ഗ്രൂപ്പുകളിലോട്ടുള്ള മെസ്സേജാണ്. എല്ലാവരും ജോസ് ജംഗ്ഷനിൽ വരൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കടകളിൽ ഇറച്ചിക്കട, ചായക്കട, പച്ചക്കറിക്കട, അല്ലേ, ജ്യൂസ് കട, മാളുകൾ, ഹോട്ടലുകൾ, ഇവിടെയൊക്കെ നിൽക്കുന്ന ഇവന്മാരുടെ വെയർബോർഡ്സ്,
ഇവരാരാണെന്ന് ആർക്കറിയാം? ഇപ്പോഴും ഇവരുടെ ഐഡൻറ്റിറ്റി നോക്കിയിട്ട്, ഇവരുടെ ആധാർ ശരിയാണോ നോക്കിയിട്ട് അല്ല മലയാളി, പ്രബുദ്ധ മലയാളി ഇവനെ ജോലി എടുക്കുന്നത്. അപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണിത്. അഗ്നിപർവ്വതത്തിൻ്റെ നടുക്ക് താമസിക്കുകയാണ് നമ്മൾ. കേരളത്തിൽ ഇത് സംഭവിച്ചു കൂടാഴികയില്ല, സംഭവിക്കാം എപ്പോൾ വേണമെങ്കിലും. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കത്തില്ല. അവിടെയൊക്കെ വളരെ വിജിലൻ്റായി ഇവന്മാരെ പിടിച്ചു പുറത്തേക്ക് തള്ളുന്ന പരിപാടി ആ സംസ്ഥാനങ്ങളിലെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുക. കേരളത്തിലും കേന്ദ്രത്തെ ബോധിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് വിടുന്നു. അത് പ്രധാനമായും ആലുവ പോലീസാണ്. കുറച്ച് പേരെ 10-35 പേരെ പിടിച്ചിരുന്നു. അത് ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ മുമ്പാണ്, 2-3 മാസം മുമ്പാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കാനുമില്ല. അപ്പോൾ നമ്മുടെ വിഷയം, അപ്പോൾ അങ്ങനെ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ വല്ലാതെ അസ്വസ്ഥരാണ്. എന്താണ്? ഇന്ത്യയിൽ നിന്ന് ഇവരെ പുറത്താക്കുന്നു. അവിടെ ഉള്ളവൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ടേ. അപ്പോൾ ഇതിൻ്റെ മൊത്തം എയർപോർട്ട്സ് തെരഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ബംഗ്ലാദേശികളാണെന്ന് വ്യക്തമാവും അല്ലേ? കൊണ്ടുവരുന്ന മുഴുവൻ വ്യാജ കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ മുമ്പൊക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു. ഇപ്പം മമത പറയുമായിരുന്നു അവിടെ ഇങ്ങനെ ബംഗ്ലാദേശികളൊക്കെ വരുന്നുണ്ടെങ്കിൽ BSF എന്തെടുക്കുകയാണ്, BSFുകാർ കൈക്കൂലി മേടിക്കുന്നു എന്നും മമതാ ബാനർജി പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. BSFുകാർ അതിർത്തി നിൽക്കുന്നവരാണ്. അതിർത്തിയിൽ ആദ്യം ഒരു വെടിയുണ്ട വന്നാൽ ഇന്ത്യൻ ആർമിയുടെ നെഞ്ചത്തല്ല കൊള്ളുന്നത്, ആരുടെ നെഞ്ചത്താണ്? BSFുകാരുടെ നെഞ്ചത്താണ്. അപ്പോൾ ഏറ്റവും ത്യാഗപൂർണമായ സേവനം അനുഷ്ഠിക്കുന്ന ആളുകളാണ് BSFുകാർ. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും മുൻനിരയിൽ അവരാണ്. അതിനുശേഷമാണ് പലയിടത്തും ആർമികൾ. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് BSFന് പകരം. ഏറ്റവും കൂടുതൽ ടെൻഷൻ പിടിച്ച ചില സംഘർഷബാധിതമായ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് BSFന് പകരം ആർമികൾ. എന്നാലും BSF ആണ് ബോർഡർ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട സേന. പക്ഷേ BSFുകാരുടെ അവസ്ഥ നോക്കൂ. BSFുകാർക്ക് ഇപ്പോഴും സൈന്യത്തിനുള്ള പല ആനുകൂല്യങ്ങളും ഇല്ല. BSFന് അവർ പാരാമിലിറ്ററിയാണ്. അവർക്ക് സൈന്യത്തിന് തുല്യമായ ശമ്പളമില്ല, മറ്റാനുകൂല്യങ്ങളില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് BSFുകാർക്ക്. അപ്പോൾ ഏതായാലും BSF എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനം അതിമഹത്തരമാണ്. നമ്മൾ എണീറ്റ് നിന്ന് അവരെ സല്യൂട്ട് ചെയ്ത് അവരുടെ പാദ നമസ്കാരം നടത്തേണ്ട സേവനമാണ് BSF നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെയുള്ള BSF അഴിമതിക്കാരാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാനൊന്നും പറ്റില്ല. അത് മമതയൊക്കെ രാഷ്ട്രീയം കളിക്കുന്നതാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഇപ്പം നമ്മുടെ സൈന്യ CRPFൽ ചാരപ്രവർത്തനം നടത്തിയ ആൾ നമ്മൾ പിടിച്ചിട്ടുണ്ടാകും. അതെ. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ചില ആളുകൾ എല്ലായിടത്തും ഉണ്ടാവാം. ഇപ്പോൾ പട്ടാളത്തിൽ നിന്ന് ചാരപ്രവർത്തനം നടത്തിയവരെ പിടിച്ചിട്ടുണ്ട്. അതെ, പുറത്താക്കിയിട്ടില്ലേ? പട്ടാളത്തിൽ എനിക്ക് എൻ്റെ മതമാണ് വലുതെന്ന് പറഞ്ഞൊരു കമാൻഡറെ പുറത്താക്കിയത് കഴിഞ്ഞ ദിവസമാണ്. അയാൾ കമാൻഡർ ആവുന്നത് വരെ അയാൾക്ക് മതം വലുതല്ലായിരുന്നു. കമാൻഡർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ മതമാണ് വലുതെന്ന് പറഞ്ഞ് അയാളുടെ രംഗത്ത് വന്നു. അയാളെ പുറത്താക്കിയത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ BSF ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഒരൊറ്റ ബംഗ്ലാദേശിയും ഒരൊറ്റ റോഹിംഗ്യനും ഇങ്ങോട്ട് കടന്നു വരരുത് എന്ന താല്പര്യത്തോടെ അതിർത്തിയിൽ അതിശക്തമായ സുരക്ഷ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ട് ബംഗ്ലാദേശികൾക്ക്. ബംഗ്ലാദേശികൾ ഇങ്ങോട്ട് വരുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്നും വിശ്വസിക്കാൻ പറ്റില്ല. ജോലി ഒരു കാര്യമായിരിക്കാം, പക്ഷേ അവർക്ക് കൃത്യമായി താല്പര്യമുണ്ട് ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാമിക് അജണ്ട നടപ്പാക്കുക എന്നതിൻ്റെ ഭാഗമായി ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ, റാഡിക്കൽ ഗ്രൂപ്പുകൾ, മത പ്രചാരണ ഗ്രൂപ്പുകൾ ഒക്കെ ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അവരുടെ വരവ് തടയാൻ വേണ്ടി അതിശക്തമായ നടപടി BSF എടുക്കുമ്പോൾ ഇന്ത്യ സർക്കാർ ഇവിടെയുള്ളവരെ കണ്ടെത്തി അങ്ങോട്ട് തിരിച്ചയക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ബംഗ്ലാദേശികളുടെ പ്രധാന ലക്ഷ്യമാണ്. അതിനും ബംഗ്ലാദേശ് സർക്കാരിൻ്റെ, ബംഗ്ലാദേശ് സേനയുടെ പിന്തുണ ഉണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ്. അവരുടെ കൺമുന്നിൽ വെച്ച് ഇൻ്റർനാഷണൽ ബോർഡറിലുണ്ടായിരുന്ന അന്താരാഷ്ട്ര അതിർത്തിയിൽ പട്രോളിംഗ് നടത്തിയിരുന്ന ഇന്ത്യൻ ഭടനായ ശ്രീ ഗണേഷിനെ പിടിച്ചുകൊണ്ടു പോകുന്ന അക്രമിക്കൂട്ടത്തെ തടയാതെ നോക്കി നിന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ബംഗ്ലാദേശ് നമ്മുടെ ഏതാണ്ട് 4000 കിലോമീറ്ററുള്ള അതിർത്തി പങ്കിടുന്നുണ്ടല്ലോ. അത്രയും അതിർത്തിയിലും ഇത്തരത്തിലുള്ള ഇനിയും നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം കൂടി വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും. കാരണം എപ്പോൾ വേണമെങ്കിലും അവർ ചൊറിച്ചിൽ എന്നൊരു മനോഭാവമായിട്ട് നിൽക്കുക. അതെ. അല്ല, അത് മാത്രമല്ല സിലു, അവിടെ ഫെൻസിങ് ഇല്ലാത്ത സ്ഥലമുണ്ട്. ഫെൻസിങ് ഇല്ലാത്ത സ്ഥലം, ചെങ്കുത്തായ താഴ്വാരങ്ങൾ, അവിടെ ഒന്നും വേലി കെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവർ ഈ നുഴഞ്ഞുകയറ്റക്കാർ അത്തരം സ്ഥലങ്ങളിലൂടെയാണ് നുഴഞ്ഞു വരുന്നത്. അതിസാഹസികമായി ജീവൻ പണയം വിട്ട് ജീവിക്കണമെങ്കിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഈ പറയുന്ന ജിഹാദ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും വരുന്നുണ്ട്. അങ്ങനെയുള്ളവരും വരുന്നുണ്ട്. പട്ടിണിയും പരിവട്ടമായിട്ട് നിൽക്കുന്ന അടുത്തു നിന്ന് രക്ഷപ്പെടാനായിട്ട് വരുന്ന ആൾക്കാരും കൂടെ വരുമ്പോഴത്തേക്ക് അല്ല, രക്ഷപ്പെട്ടിട്ട് ഇവൻ വന്നിട്ട് ഇവിടെ ഇനി അങ്ങനെ വരുന്നവൻ നിയമാനുസൃതം അപേക്ഷ കൊടുത്തിട്ട് വരട്ടെ, പൗരത്വത്തിന് അപേക്ഷയില്ലല്ലോ. അത് കിട്ടത്തില്ല, അതറിയാം. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്കാരനാണെന്ന് ഭാവിച്ചിട്ട് നരേന്ദ്രമോദിയെ കൊല്ലും എന്ന് പറഞ്ഞല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ നമ്മുടെ ഭടനായ ശ്രീ ഗണേഷിനെ അങ്ങനെ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ് നോക്കി നിൽക്കെ അക്രമിക്കൂട്ടം നുഴഞ്ഞുകയറ്റക്കാർ പിടിച്ചുകൊണ്ടുപോയി.
അപ്പോൾ ഇന്ത്യ അതിശക്തമായ മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് കൊടുത്തു. ബംഗ്ലാദേശിന് കൊടുത്തിട്ട് പറഞ്ഞു അയാളെ 4 മണിക്കൂറിനകം ശ്രീ ഗണേശനെ തിരിച്ച് ഇന്ത്യൻ പോസ്റ്റിൽ കിട്ടിയിരിക്കണമെന്ന് ഇന്ത്യ അന്ത്യശാസനം കൊടുത്തു. ഫലമുണ്ടായി. അതുവരെ ഇയാളെ പിടിച്ചുകൊണ്ടു പോകുന്നത്, നമ്മുടെ ഭടനെ പിടിച്ചുകൊണ്ടു പോകുന്നത് നോക്കി നിന്ന ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഗാർഡ് അലർട്ടായി. അവർ അടിയന്തരമായി നമ്മുടെ BSFൻ്റെ കമാൻഡറെ വിളിച്ചു. നമുക്കൊരു ഫ്ലാഗ് മീറ്റ് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്ലാഗ് മീറ്റ് നടത്തി. അവിടെ ഇവർ പിടിച്ചുകൊണ്ട് 10 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇവർ ശ്രീ ഗണേശനെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവിടെ പോയി ബംഗ്ലാദേശ് ബോർഡർ ഗാർഡുകൾ ഈ ശ്രീ ഗണേഷ് എന്ന് പറഞ്ഞ BSF ജവാനെ തിരിച്ചു കൊണ്ടുവന്ന് മോചിപ്പിച്ച് ഇന്ത്യക്ക് കൈമാറി. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വേണേൽ പറയാം. പക്ഷേ ഒറ്റപ്പെട്ട സംഭവമല്ല. ബംഗ്ലാദേശികളുടെയും ബംഗ്ലാദേശിൻ്റെ അതിർത്തി കാക്കുന്ന ബോർഡർ ഗാർഡ്സിൻ്റെ ഒരു മനോഭാവമാണ്. വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ഡോസായിട്ടും തോന്നും. അതെ, അങ്ങനെ നമ്മളൊരാളെ പിടിച്ചുകൊണ്ട് പോയാൽ ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യ എന്ത് ചെയ്യും? നമ്മൾ ബംഗ്ലാദേശ് അപ്പം ഞങ്ങളല്ല നാട്ടുകാർ പിടിച്ചുകൊണ്ട് പോയാന്ന് പറയാം. BGB ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ് മാറി നിന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം എന്തായിരിക്കും? അപ്പോൾ ഇന്ത്യ അതിശക്തമായിട്ട് 4 മണിക്കൂർ തരും. അതിനു മുമ്പ് ഒരു പോറലേക്കാതെ ഇന്ത്യൻ ഭടനെ തിരിച്ചിവിടെ കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബംഗ്ലാദേശിന് അതിൻ്റെ ചൂട് മനസ്സിലായി. ബംഗ്ലാദേശിൻ്റെ മുട്ടിടിച്ചു. ബംഗ്ലാദേശ് ശ്രീ ഗണേശനെ തിരിച്ചു കൊണ്ടു. അപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിലും ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.